എല്ലാവർക്കും പൃഥ്വിരാജ് ആവാൻ പറ്റൂല്ലോ. മറ്റേതെനിക്ക് പറ്റിയിട്ടില്ല. ഇന്ത്യയിലെ ഞാൻ സുഗമ പരീക്ഷയ്ക്കൊക്കെ എനിക്ക് 100 മാർക്ക് അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കല്യാണ പെണ്ണ്, നല്ല കോസ്റ്റ്യൂം, നല്ല ജ്വല്ലറി, മുല്ലപ്പൂ, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ചിലപ്പോൾ സൈക്കായിട്ട് തോന്നിയേക്കാം. പല വേദികളിലും പറഞ്ഞിട്ട് പോലെ അന്ന് ബേസിൽ ജോസഫ് എന്ന താരോദയം സംഭവിച്ചിട്ടില്ല. ആദ്യം തന്നെ എത്താൻ വൈകിയതിൽ ഒരുപാട് സോറി. ഞങ്ങളെല്ലാവരും ഇന്ന് രാവിലെയാണ് എത്തിയത് ദോഹയിൽ നിന്ന്. ഇപ്പോൾ പലരും എയർപോർട്ടിൽ നിന്ന് അവരുടെ വീടുകളിൽ പോയി റെഡിയായൊക്കെ വരാനുള്ള താമസമായിരുന്നു. അതിന് കാത്തിരുന്നതിന് താങ്ക് യു സോ മച്ച്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്നത് E4 എൻ്റർടൈൻമെൻറ്റും ഞാനും അസോസിയേറ്റ് ചെയ്യുന്ന 3ാമത്തെ സിനിമയാണ്. ഞങ്ങൾ ആദ്യം എസ്ര എന്ന സിനിമ ചെയ്തിരുന്നു. അതിനുശേഷം ഒരു ഡയറക്റ്റ് ടു സ്ട്രീമിംഗ് സർവീസ് കൊടുത്ത ഭ്രമം എന്ന സിനിമയും. ഇന്നിപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ കോ പ്രൊഡ്യൂസേഴ്സായിട്ട് E4 എൻ്റർടൈൻമെൻറ്റും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ചേർന്ന് ഒരു സിനിമ നിർമ്മിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോം കമ്പനി പോലെ എനിക്ക് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന് വേണ്ടി ഒരു സിനിമ ചെയ്യുന്ന പോലെ തന്നെയാണ് E4 വേണ്ടി. അത്രയും ഒരു ക്ലോസ് അസോസിയേഷനാണ് മുകേഷ് സാറും ഞാൻ, സഞ്ജയ്, സാരഥി, വിവേക്, ഇവരെല്ലാവരുമായിട്ട്. ഈ കഥ ഞാൻ കേൾക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ പല വേദികളിലും പറഞ്ഞിട്ട് പോലെ അന്ന് ബേസിൽ ജോസഫ് എന്ന താരോദയം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്ന് ഈ കാസ്റ്റ് അല്ലായിരുന്നു ആക്ച്വലി. മറ്റൊരു രീതിയിലുള്ളൊരു ഒരു കാസ്റ്റിങ്ങും ഒരു കൺസെപ്ഷനും വെച്ചിട്ടാണ് ദീപു ഈ സ്ക്രിപ്റ്റ് എന്നോട് പറയുന്നത്. പിന്നീട് ഞാനും ആടുജീവിതം അതിൻ്റെ തിരക്കുകളൊക്കെ ആയിട്ട് പോയി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വിപിൻ ഈ കഥ വിപിന് ചെയ്താൽ കൊള്ളാമെന്ന് പറയുകയും അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് വീണ്ടും ഓണാവുന്നത്. അതിൽ വിപിൻ വരുത്തിയ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഈ സ്ക്രിപ്റ്റിലും ഒക്കെ തന്നെ. അതിലേറ്റവും വലിയ മാറ്റം ഈ ഒറിജിനലി പറഞ്ഞ കാസ്റ്റിങ്ങിൽ നിന്നും ഈ 2 കഥാപാത്രങ്ങൾ ബേസിലും ഞാനും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 2 കേന്ദ്ര കഥാപാത്രങ്ങൾ മാറുമ്പോൾ ചുറ്റും നിൽക്കുന്ന എല്ലാ ആക്ടേഴ്സിൻ്റെയും കാസ്റ്റിംഗ് മാറേണ്ട ഒരു ആവശ്യം വരും. അങ്ങനെയാണ് ഈ സിനിമയിൽ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഇത്ര മാത്രമല്ല കേട്ടോ, ഒരു 10-40ഓളം ആർട്ടിസ്റ്റുകളുള്ള സിനിമയാണ്. അപ്പോൾ ഈ ഒരുപാട് ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു പെയറിങ്, നായകൻ എന്ന് മാത്രമല്ല, ക്യാരക്ടർ ആക്ടേഴ്സ് ആണെങ്കിലും സീനിയർ ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാം ഒരു ഫ്രഷ്നെസ് ഉണ്ട് ഈ സിനിമയുടെ കാസ്റ്റിംഗ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ പേഴ്സണലി ഇത്രയും നടന്മാർ ഒരുമിച്ചൊരു സെറ്റിൽ ഉണ്ടാകുന്ന ഒരു സിനിമയിൽ അഭിനയിക്കുന്നതും അത്തരം ഒരു സെറ്റിൽ ഞാൻ ഉണ്ടാകുന്നതും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്. ഈ സിനിമയിലെ ഏറ്റവും വലിയ സന്തോഷവും അത് തന്നെയായിരുന്നു. ഒരു വലിയ കാസ്റ്റിന്റെ കൂടെ ഭയങ്കര ഫൺ ആയിട്ടുള്ളൊരു സിനിമ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത്. ഇനിഷ്യലി ഞങ്ങൾ ഈ സിനിമ പ്ലാൻ ചെയ്തിരുന്നതിനേക്കാൾ ഒരുപാട് വലിയ സിനിമയാണ് ഇപ്പോൾ. അതിന്റെ സ്കെയിൽ എന്ന് പറയുന്നത് ഈ സിനിമയിൽ വിപിൻ പറഞ്ഞതുപോലെ ഈ നടന്മാരുടെ എണ്ണം കൂടുകയും നമ്മൾ ആദ്യം കൺസീവ് ചെയ്തതിനേക്കാൾ കുറെ കൂടെ വലിയ രീതിയിൽ ഈ സിനിമ എടുക്കാൻ സാധിച്ചു എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ആസ് പ്രൊഡ്യൂസേഴ്സ് മുകേഷ് സാറിനും എനിക്കും ഈ അവസരത്തിൽ വിപിൻ്റെ ടീമിനോടും, അതായത് വിപിൻ പറഞ്ഞ പോലെ കുറേ പുതിയ ആൾക്കാരാണ് ഈ ടീമിൽ കൂടുതലും ഉള്ളത്, ആ ടീമിനോടുമാണ് നന്ദി പറയേണ്ടത്. കാരണം ഒട്ടും സ്ട്രെസ്ഫുൾ അല്ലാത്ത, വളരെ എൻജോയ് ചെയ്ത് ഒരു ടെൻഷൻസും ഇല്ലാതെ തീർന്ന ഒരു ഷൂട്ടിംഗ് പ്രോസസ്സാണ്. നിർഭാഗ്യവശാൽ ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ എനിക്കൊരു പരിക്ക് സംഭവിക്കുകയും ഒരു നീ സർജറി ചെയ്യേണ്ടി വരികയും അങ്ങനെ ഒരു 4 മാസത്തോളം എനിക്കൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സിനിമ ഇത്രയും നീണ്ടുപോയത്. അല്ലെങ്കിൽ ഇതൊരു 1 വർഷക്കാലമൊന്നും നീണ്ടു നിൽക്കേണ്ട ഒരു പ്രോസസ്സ് ആയിരുന്നില്ല. എന്നിരുന്നാലും ഇന്നിപ്പോൾ ഭംഗിയായിട്ട് ഈ സിനിമ ചെയ്തു തീർക്കാൻ സാധിച്ചു. ഈ 16-ാം തീയതി ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ഒരു വലിയ റിലീസായി ഈ സിനിമാ പ്രേമികൾക്ക് മുമ്പിൽ എത്തുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഈ സിനിമയ്ക്ക് ഇപ്പോൾ ഉണ്ടാവണം. താങ്ക് യു. എത്രത്തോളം എക്സൈറ്റഡ് ആണ്? കുറെ കാലത്തിന് ശേഷമാണല്ലോ ഹ്യൂമർ ട്രാക്കിലേക്ക് തിരിച്ചു. ഹ്യൂമർ എന്നുള്ളതിനേക്കാൾ ഒരു നല്ല തിരക്കഥ, ഒരു നല്ല രീതിയിൽ ചിത്രീകരിക്കപ്പെട്ട ഒരു സിനിമയുടെ ഭാഗമാകുക എന്ന് പറയുന്നത് തന്നെയാണ് എക്സൈറ്റ്മെന്റ്. അതിപ്പോൾ ഹ്യൂമർ എന്നുള്ളതിനേക്കാൾ ഏത് സിനിമയും നമ്മൾ മനസ്സിൽ കണ്ട പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ ഭംഗിയായിട്ടോ ആ സിനിമ അതിൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ഒരു നടനായിട്ടും നിർമ്മാതാവായിട്ടും വലിയ സന്തോഷം തരുന്ന, എക്സൈറ്റ്മെന്റ് തരുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഓഫ് കോഴ്സ് എല്ലാ സിനിമകൾക്കും ഒരു യാത്രയുണ്ടല്ലോ. അപ്പോൾ ഈ സിനിമയുടെ യാത്ര ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാം നല്ലതിനായിരിക്കാം. കാരണം ദീപു ഈ തിരക്കഥ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയില്ല, വിപിനെന്ന് ആദ്യം മുട്ടുതോ ചെയ്തിരുന്നു ആ സമയത്ത്. ഒരു സിനിമയൊക്കെ ചെയ്ത് നിൽക്കുന്ന ഒരു സംവിധായകനാണ്. പിന്നെ ജയ 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 ഹേ റിലീസാവുന്നു. വിപിൻ്റെ ഫിലിം മേക്കിങ്ങിന് ഭയങ്കര ഒരു ഫാൻ ഫോളോയിങ് ഉണ്ടാകുന്നു. അങ്ങനെ ദീപു പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു തിരക്കഥ വിപിൻ്റെ അടുത്ത് എത്തുന്നു. ആ കാലയളവ് കൊണ്ട് ബേസിൽ ഒരു വളരെ പോപ്പുലർ സ്റ്റാർ ആകുന്നു, ഫാമിലി സ്റ്റാർ ആകുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് തോന്നി ഓരോ സിനിമകൾക്കും ഒരു നിമിത്തം ഉണ്ടാവും. അപ്പോൾ ആ യാത്രയുടെ പര്യവസാനം ഇന്ന് ഈ ഫോമിൽ ഈ സിനിമ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം, എക്സൈറ്റ്മെന്റ്.
പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറേ നാളുകളായി അറ്റ്ലീസ്റ്റ് ഞാൻ ഇങ്ങനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടും സത്യത്തിൽ ഇങ്ങനൊരു സിനിമ കണ്ടിട്ടും ഈ കുറേ നടീനടന്മാരൊക്കെ ഉള്ള രണ്ട് കുടുംബങ്ങൾ, അവർക്കിടയിൽ നടക്കുന്ന കുറച്ച് തെറ്റിദ്ധാരണകൾ, എല്ലാ പ്രായപരിമിതിയിലുമുള്ള കഥാപാത്രങ്ങൾ, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻസിഡൻസ്, അങ്ങനെ കുറേ കൺഫ്യൂഷൻസ്, കാര്യങ്ങൾ അങ്ങനെ ചെന്ന് അവസാനിക്കുന്ന ഒരു വലിയ ക്ലൈമാക്സ്, എല്ലാ സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സും എല്ലാ നടീനടന്മാരും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു വലിയ ക്ലൈമാക്സ് സീക്വൻസ്. അപ്പൊ അത്തരം ഒരു സിനിമ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് മലയാളത്തിൽ. അപ്പൊ അത് പ്രേക്ഷകർ മിസ് ചെയ്യുന്നുണ്ടാവുമെന്ന ശുഭപ്രതീക്ഷയിലാണ്. ട്രിഗർ ചെയ്യുന്ന ചിത്രങ്ങളുണ്ട്. ഇപ്പൊ അയ്യപ്പൻ കോശി, ഡ്രൈവിംഗ് ലൈസൻസ്, മഹേഷിന്റെ പ്രതികാരം, അത്തരത്തിലൊരു ചിത്രമാണോ ഈ ഗുരുവായൂർ അമ്പലം? അല്ല, ഇത് ആ സിനിമകളുടെ ഒരു കോർ എലിമെന്റ് അല്ല ഈ സിനിമയുടെ ഇത്. പക്ഷേ ഈ സിനിമയിലും രണ്ട് ഫ്ലോഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിലെ രണ്ട് പ്രധാന പ്രൊട്ടാഗണിസ്റ്റുകൾ. ഇപ്പോൾ അയ്യപ്പനും കോശിയും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കോശി കുര്യൻ വില്ലനും അയ്യപ്പൻ നായർ നായകനും എന്ന് തോന്നിയാലും സത്യത്തിൽ നമ്മൾ ഒന്ന് അനാലിറ്റിക്കലായിട്ട് ചിന്തിച്ചാൽ രണ്ടുപേരും കുഴപ്പം പിടിച്ച ആൾക്കാരാണ്. അല്ല, രണ്ടുപേരും ഫ്ലോഡ് ആയിട്ടുള്ള ഹ്യൂമൻസ് ആണ്. അപ്പൊ അവർക്കിടയിൽ സംഭവിക്കുന്ന കുഴപ്പങ്ങളാണല്ലോ. ആ സിമിലാരിറ്റി ഉണ്ട് ഇതില് വിനു എന്ന ബേസിലെ കഥാപാത്രവും ആനന്ദൻ എന്ന ഞാൻ ചെയ്യുന്ന കഥാപാത്രവും അടിസ്ഥാനപരമായിട്ട് ഫ്ലോഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ഒരുപാട് കുഴപ്പങ്ങളുള്ള കക്ഷികളാണ്. അപ്പൊ അവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ആ കുഴപ്പങ്ങളുടെ ഒരു സ്വഭാവമുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ആ പറഞ്ഞ സിനിമകളുമായിട്ട് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വഭാവമില്ല ഈ സിനിമയ്ക്ക്. ആനന്ദൻ ഒരു സൈക്കോ ആണ്. സൈക്കോ അത് ആനന്ദിനെ ആര് കാണുന്നു എന്നനുസരിച്ചിരിക്കും. മോൻ കണ്ടാൽ ചിലപ്പോൾ സൈക്കോ ആയിട്ട് തോന്നിയേക്കാം. ഈ ബേസിൽ ഇപ്പം എന്താണ് റീസെന്റ് ഇപ്പൊ ഒരു ഡയറക്ടർ എന്ന നിലയിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാമിലി സ്റ്റാർ എന്ന നിലയിൽ ഇപ്പം മലയാളത്തിൽ നിൽക്കുകയാണ്. ഇപ്പൊ പൃഥ്വിരാജിനെ പോലെ ഒരു ആക്ടറിന്റെ കൂടെ അഭിനയിച്ചത് കരിയറിൽ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് കരുതുന്നു. ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ലേറ്റ് ആയിട്ട് വന്നു, സോറി. ഉറങ്ങിപ്പോയി, രാവിലെ ഈ പറഞ്ഞ പോലെ വന്നതാണ്. അപ്പോൾ വേറെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഞാൻ ഇതൊന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ദീപു കുഞ്ഞിരാമായണം എന്ന് പറയുന്ന സിനിമ എഴുതിയത് ദീപുവാണ്, ഇതിൻ്റെ റൈറ്റർ ദീപുവാണ്. അപ്പോൾ കുഞ്ഞിരാമായണം കഴിഞ്ഞ് ഗോതയുടെ പ്രീ പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്ന സമയം തൊട്ട് ദീപു ഗുരുവായൂരമ്പല നടയിലിൻ്റെ സിനിമയെക്കുറിച്ചും അന്ന് പല ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് ആർട്ടിസ്റ്റുകൾ അന്നും ഇതിൻ്റെ അതൊരു മെയിൻ പ്രൊട്ടഗണിസ്റ്റുകളായിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ രണ്ടളിയന്മാർ. അപ്പോൾ ഇതന്ന് ഇങ്ങനെ ഈ ആർട്ടിസ്റ്റ് മറ്റേ ആൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല സംസാരങ്ങളും ഞാനും സജഷൻസൊക്കെ പറയുമായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് ഒരു 6-7 വർഷം കഴിഞ്ഞപ്പോൾ, ഒരു 6 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ആ ആർട്ടിസ്റ്റിൻ്റെ സ്ഥാനത്ത് ഞാൻ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ പറയുന്ന കുഞ്ഞിരാമായണം കഴിഞ്ഞ ദീപുവിന് ഞാൻ റൈറ്ററായിട്ടുണ്ടായിരുന്നു. ഞാൻ സംവിധാനം ചെയ്ത പടത്തിൽ റൈറ്ററായിരുന്ന ഒരാളുടെ കഴിഞ്ഞ സിനിമയിൽ ഞാൻ അഭിനേതാവായിട്ട് വരുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. അപ്പോൾ അതൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ ബിബിൻ ചേട്ടൻ ജയ കഴിഞ്ഞിട്ട് ഞാൻ ഫാലിമിയുടെ ഷൂട്ട് നടക്കുമ്പോഴാണ് ഇതിൻ്റെ സബ്ജക്റ്റ് ഇങ്ങനൊരു സബ്ജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആയി. കാരണം ബിഞ്ചേട്ടനായിട്ട് വീണ്ടും ഒരു സിനിമ ചെയ്യാന്നുള്ളത്. അപ്പോൾ പിന്നെ ദീപുവിൻ്റെയും കൂടെ സ്ക്രിപ്റ്റാണ്. പിന്നെ E4 എൻ്റർടൈൻമെൻറ്റായിട്ട് വീണ്ടും കൊളാബറേറ്റ് ചെയ്തു. ഗോതയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തത് E4 എൻ്റർടൈൻമെൻറ്റാണ്. അപ്പോൾ അവരുമായിട്ടും വീണ്ടും ഒരു സിനിമ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് 2-3 ആഴ്ച കഴിഞ്ഞിട്ട് ബിപിൻ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു രാജുവേട്ടനാണ് മറ്റേ ക്യാരക്ടർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം എനിക്ക് പേഴ്സണലി ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒരാളാണ് രാജുവേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും ഒക്കെ ആയിട്ടും പല രീതിയിലുള്ള ആസ് ആൻ ആക്ടർ, ആസ് എ ഡയറക്ടർ, ആസ് എ പ്രൊഡ്യൂസർ, ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ എപ്പോഴും ഞാൻ ഇതിൻ്റെ സെറ്റിലൊക്കെ വരും മറ്റ് ഞാൻ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് പേഴ്സണലി ഈ പറയുന്ന സംവിധായകൻ, നടൻ എന്ന് പറയുന്ന രണ്ട് റെസ്പോൺസിബിലിറ്റി മാനേജ് ചെയ്യാൻ പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ട് ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ് ആയതുകൊണ്ട്. പക്ഷെ ഇതൊന്നും പോരാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ്ലി ഇങ്ങനെ സക്സസ് ഡെലിവർ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു പ്രൊട്ടഗണിസ്റ്റായിട്ട് ഉള്ളൊരു റോള്, അങ്ങനെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര അഭിമാനം തോന്നിയൊരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് സന്തോഷം.
ഈ ക്യാരക്ടർ ചേഞ്ചിങ് എന്ന് പറഞ്ഞിരുന്നു ആദ്യത്തെ ബേസിലിന്റെ ആണ് ചേട്ടൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ബേസിൽ എന്നെക്കാട്ടി കൂടുതൽ സ്കോർ ചെയ്തു, എനിക്കത് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയായിരുന്നു. രണ്ട് ക്യാരക്ടർ കൊണ്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, ബേസിൽ ആദ്യത്തെ ക്യാരക്ടർ ചേട്ടൻ ചെയ്യാൻ വെച്ചാണല്ലോ ബേസിന് കൊടുത്തത്. ഈ അന്ന് എന്നോട് ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് ദീപു ഈ കഥ എന്നോട് പറഞ്ഞപ്പോൾ ബേസിലിന്റെ കഥാപാത്രം ഞാൻ ചെയ്ത കഥാപാത്രം മറ്റൊരു നടനുമാണ്. അപ്പൊ അതാരാണെന്ന് പറയുന്നില്ല. അപ്പൊ അന്ന് ഈ സിനിമ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, ഇപ്പൊ ഉടനെ ചെയ്യേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതിന്റെ പ്രധാന കാര്യം തന്നെ ആ കാസ്റ്റ് ഒന്ന് ഫ്രഷ് ആകണം, അതായത് റെപ്പറ്റീഷൻ ഫീൽ ചെയ്യും, കുറച്ച് ഫ്രഷ് ആയിട്ട് വേണം അത് ചെയ്യാൻ എന്നുള്ള ഇതിലാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. ഞാൻ വിപിന്റെ വേർഷൻ പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ നിന്നും എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ഈ കാസ്റ്റ് ചേഞ്ച് തന്നെയാണ്. കാരണം അങ്ങനെ ഞാൻ ആ കഥയെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ഞാൻ ആനന്ദനായിട്ടും മറ്റൊരാൾ വിനുവായിട്ടും, പ്രത്യേകിച്ച് ബേസിൽ വിനുവായിട്ടും ഞാൻ ചിന്തിച്ചിരുന്നില്ല. ആ ഐഡിയ വിപിൻ്റെയാണ്. അപ്പോൾ ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഏറ്റവും നല്ല വേർഷനാണ് ആനന്ദൻ ഞാൻ ചെയ്യുന്നതും വിനു ബേസിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബേസിൽ അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും അത് കണ്ടപ്പോൾ ഞാനത് ചെയ്യണമായിരുന്നു എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഞാൻ ആനന്ദൻ എന്ന കഥാപാത്രത്തിന് ഞാനൊരു ആപ്റ്റ് കാസ്റ്റ് ആണ് എന്ന് എനിക്ക് തന്നെ ഇപ്പോൾ സിനിമ കാണുമ്പോൾ തോന്നുകയാണ്. അപ്പോൾ അത് വിപിൻ്റെ കഴിവ്. ജയ ഹേ ഇറങ്ങിയ സമയത്ത് അത് വൺ വൻ ഹിറ്റ് ആയിരുന്നു. ഫാമിലി ഓഡിയൻസിനായാലും ശരി, യൂത്തിനായാലും ശരി, ഒരുപാട് ചിരിക്കാനായിട്ടായാലും എന്റർടൈൻ ചെയ്യപ്പെടുന്ന നല്ലൊരു ചിത്രമായിരുന്നു. ബേസിലൊക്കെ ഒരുപാട് ചിരിച്ച സീനുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗുരുവായൂർ അമ്പലം നടയിൽ വരുമ്പോൾ അത് പക്ക ഒരു എന്റർടൈൻ കോമഡി ചിത്രമാണ് ട്രെയിലറിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. എങ്ങനെയാണ് ഈ ഇവര് ചെയ്യുന്ന ഇത് കറക്റ്റ് ആയിരിക്കും എന്ന് കറക്റ്റ് ഒരു ഡയറക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവുമല്ലോ? അല്ല, അത് സ്ക്രിപ്റ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ആ സ്ക്രിപ്റ്റിൽ ജയ വേറൊരു തന്നെ റൂട്ടിലുള്ളൊരു സർക്കാസ്റ്റിക് മൂവിയാണ്. അതൊരു കോമഡി മൂവിയായിട്ട് ട്രീറ്റ് ചെയ്ത് നമ്മൾ ഫൈനൽ ഔട്ട് കാണുമ്പോഴാണ് അത് കോമഡി ആയിട്ട് തോന്നുന്നത്. അത് ഷൂട്ട് ചെയ്യുമ്പോൾ സമയത്തൊക്കെ നമ്മൾ ചിലപ്പോൾ ചിരിക്കാം, ചിലപ്പോൾ ചിരിക്കാതിരിക്കാം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ചെയ്യുന്ന ഓർഡു ആണെന്നൊക്കെ തോന്നും. കാര്യം അതിനകത്ത് ബേസിക്കലി ഒരു സ്ത്രീയുടെ എമോഷൻ ആണല്ലോ വെച്ച് നമ്മൾ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ചിലർക്ക് ചിരി വരണമെന്നില്ല. അപ്പം ആ ഒരു പേടിയും കൺഫ്യൂഷനും ഉണ്ട്. പിന്നെ അതിന് മ്യൂസിക് ചെയ്യാൻ ഭയങ്കര പാടാണ്, സർക്കാസ്റ്റിക്കലി ചെയ്യാൻ ഭയങ്കര പാടാണ്. അത് ആളുകൾ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. പക്ഷെ ഒരു കോമഡി മൂവി ആണെങ്കിൽ നമുക്കതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് ആർട്ടിസ്റ്റുകൾക്കൊക്കെ മാറ്റം വരാം, അവർക്ക് എന്തുവേണം ചെയ്യാം എന്നുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പം ജയന്ന് ഗുരുവായൂരിലോട്ട് വരുമ്പോൾ രണ്ട് സ്ക്രിപ്റ്റ് ആയതിൻ്റെ ഒരു ബെനിഫിറ്റാണ്. അപ്പം അതുമായിട്ട് നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. എന്നാലും ഇതിന് ഒരു നമ്മൾ കണ്ട് ശീലിച്ച് വന്ന കോമഡി സിനിമകളുടെ ട്രാക്കിലുള്ള ഒരു സിനിമയാണ്. അപ്പം കോമഡി എന്ന് വെച്ചാൽ കോമഡി ഉണ്ട്, പക്ഷെ അത് നിങ്ങൾ ചിരിച്ചാലേ അത് കോമഡി ആവുള്ളൂ. അപ്പോൾ അതുവരെ കോമഡി ഉണ്ടെന്ന് പറയാൻ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവുണ്ട്. അപ്പം അതൊരു വെഡ്ഡിങ് ആണ് എൻ്റെ ഹൈലൈറ്റ്. നമ്മളൊരു കല്യാണം കൂടുക എന്നുള്ളൊരു പരിപാടിയിലാണ് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ട് പടം മൊത്തത്തിൽ. അപ്പം ആ ഒരു കല്യാണം നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ വരുന്ന സിനിമയാണ്. അതാണ് എൻ്റെ ഓൺലൈനിൽ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ കല്യാണം നടക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ കല്യാണം എന്തായിരിക്കും അവസ്ഥ, ഇതാണ് നമ്മുടെ ഹൈലൈറ്റ്. അപ്പോൾ അത് ബേസ് ചെയ്ത് പോകുമ്പോൾ അതിനകത്ത് കോമഡി ഉണ്ട്, പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ കുറേ കൺഫ്യൂഷൻസ്, പറയുന്ന ഇമോഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഇതൊരു കംപ്ലീറ്റ് കോമഡി പടമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും കോമഡി ഉണ്ട് പടത്തിൽ. നോർമലി ഒരു എല്ലാ ജോണേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഹ്യൂമർ ആയിരിക്കും കുറച്ചുകൂടെ റിസ്ക് ആയിട്ടുള്ളത്. കാരണം വെച്ചാൽ ഒരു എപ്പോഴും നമ്മൾ കമ്പാരിസൺ ഇതിന്റെ പടത്തിൽ ഇത് വന്നിട്ടുണ്ടോ, എപ്പോഴും അങ്ങനെ ഒരു കമ്പാരിസൺ എപ്പോഴും ഉണ്ടാവാറ്. ഈ പടത്തിൽ ഇതിന്റെ സീനില് അങ്ങനെ ഒരു കമ്പാരിസൺ എപ്പോഴും നമ്മൾ ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പടം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹ്യൂമർ ഇത് വർക്കൗട്ട് ആവുന്നത് എപ്പോഴും നമ്മൾ കെയർഫുൾ ആയിട്ടായിരിക്കുമല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു പേടിയുണ്ടോ? അല്ല, എല്ലാം ചെയ്യാനും പേടിയുണ്ടാവും. ഹ്യൂമർ മാത്രമല്ല, ത്രില്ലർ ചെയ്യാനും ആക്ഷൻ ചെയ്യാനൊക്കെ പേടിയുണ്ടാവും. എന്ത് ചെയ്താലും നമ്മളിപ്പോൾ ഏതെങ്കിലും സിനിമയുടെ സൈഡിലോട്ട് ചെന്നെത്തും. നമ്മൾ കണ്ട സിനിമകളോ അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത സിനിമകൾ ജയ ചെയ്ത് വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ മറ്റൊരു സിനിമയെക്കുറിച്ച് അറിയുന്നത് തന്നെ. അപ്പം നമുക്കത് അറിയാൻ പറ്റില്ല, ഇത് എവിടേക്ക് എങ്ങോട്ടൊക്കെ പോകുന്നതും അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്തായാലും പേടിയോടെ തന്നെ ആയിരിക്കും നമ്മൾ കാണുന്നത്. അപ്പം അത് കോമഡി ആയാലും ഏതായാലും ഒരേപോലെ തന്നെയാണ്. ഗുരുവായൂർ അമ്പലം സെറ്റ് ഇട്ടത് എങ്ങനെ ഉണ്ടായിരുന്നു? അത് അവിടെ ഷൂട്ടിംഗ് പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് അത് റീപ്ലേസ് ചെയ്യായിരുന്നല്ലോ. അതെ, ഒന്നും ഷൂട്ടിംഗ് പെർമിഷൻ ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടൊരു പെർമിഷൻ സംഘടിപ്പിച്ചാൽ പോലും പൃഥ്വിരാജ് സുകുമാരനെയും ബേസിൽ ജോസഫിനെയും ഇല്ലെങ്കിൽ ഈ ആർട്ടിസ്റ്റുകളൊക്കെ ഞാൻ അവിടെ കൊണ്ട് ഒരു 10-30 ആർട്ടിസ്റ്റുകളെ കൊണ്ട് 24 ദിവസം എനിക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്തായാലും അത് ഡിസ്റ്റർബൻസ് ആവും അവർക്ക്. പിന്നെ എന്തായാലും നമ്മുടെ ഷൂട്ട് നടക്കത്തില്ല കൃത്യമായിട്ട്. അപ്പം നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാനേ പോയിട്ടില്ല, അത് നടക്കില്ല. അപ്പോൾ നമ്മൾ പെർമിഷൻ എടുത്തിട്ട് അതിൻ്റെ സെറ്റ് ഇടുക എന്നുള്ളൊരു ഒറ്റ ഓപ്ഷൻ നമുക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല, സുനിൽ കുമാരൻ എന്ന് പറഞ്ഞ ഒരാളാണ് ആർട്ട് ഡയറക്ടർ. പുള്ളിയുടെ തുടക്ക സിനിമകളിലൊന്നാണ്. അപ്പം അദ്ദേഹം വളരെ നന്നായിട്ട് അത് കൈകാര്യം ചെയ്തു. നന്നായിട്ട് നമുക്ക് എക്സാക്ട് ഗുരുവായൂരമ്പലം ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള സെറ്റ് റീക്രിയേറ്റ് ചെയ്തു. അത് സെറ്റെന്ന് പറയാൻ പറ്റില്ല, റീക്രിയേറ്റ് ചെയ്യുക ചെയ്ത പുള്ളി. സെയിം സൈസിൽ
ആ സെയിം സ്ട്രെങ്തനിങ് ഉണ്ടായിരുന്നു. നമുക്ക് ലൈറ്റ് കയറ്റണം, ഇത്രയും പേർക്ക് ഇതിനകത്ത് നിൽക്കണം. അപ്പം ഏതാണ്ട് സെറ്റ് എന്ന് പറയാൻ പറ്റില്ല, അത് ഒറിജിനൽ പോലെ ബിൽഡ് ചെയ്തെടുത്തു പുള്ളി. അപ്പം അത് പൊളിക്കാൻ തന്നെ 2 മാസം എടുത്തു ബേസിക്കലി. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവില്ല അത് എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു. അപ്പം അത് നമുക്കൊരു ചലഞ്ചായിരുന്നു നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ, ഇത് എങ്ങനെയാവും എന്താവും. സെറ്റിട്ട് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ആ ഒരു ഉന്മേഷമോ ഇല്ലെങ്കിൽ ഇത് സിനിമ വലുതായെന്ന് ഫീൽ ചെയ്യുന്നത് ആ ദിവസങ്ങളിലാണ്. അപ്പം അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം അതിൻ്റെ ആർട്ട് ഡയറക്ടറുകളാണ്. ആ ടൈമിലുള്ള ഒരു ഇതെങ്ങനെയായിരുന്നു? ഈ ക്രൗഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. ഗുരുവായൂർ നമ്മൾ എപ്പോൾ പോയാലും ഭയങ്കരമായിട്ട് ക്രൗഡ് ഉള്ള ഒരു സംഗതിയാണ്. അതിൻ്റെ ഉള്ളിലാണ് ഈ ക്ലൈമാക്സ് പോർഷൻസ് ഈ പറഞ്ഞ പോലെ 24 ദിവസം. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എത്രയായി എന്നൊക്കെ ഒന്ന് പറയാൻ കഴിയുമോ? കോസ്റ്റ് പ്രൊഡ്യൂസർ പറയുന്നത് ക്രൗഡ് നമുക്കൊരു 10,000-1500 പുറത്ത് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. ഒരു 10-24 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ 24 ദിവസം ഈ ക്രൗഡ് മാനേജ് ചെയ്യാൻ തന്നെ ഒരു ഡയറക്ഷൻ ടീം ഉണ്ടായിരുന്നു. അവർക്കുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാൻ ഒരു ഡയറക്ഷൻ ടീം ഉണ്ടായിരുന്നു. പിന്നെ അവരെ ടേക്ക് കെയർ ചെയ്ത രീതി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് P4-ഉം പൃഥ്വി പ്രൊഡക്ഷൻസും ഞാനതിൽ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്നുണ്ട്. അവർ ജൂനിയേഴ്സിനെ ട്രീറ്റ് ചെയ്ത രീതി, അവർക്ക് ഉണ്ടായിരുന്ന ഫുഡ്, എല്ലാ ദിവസവും ഞങ്ങളെക്കാളുള്ള ഫുഡ് അവർക്കാണ് കിട്ടിക്കൊണ്ടത്. അവർക്ക് സെപ്പറേറ്റ് കേറ്ററിംഗ് സർവീസിൽ നിന്നുള്ള നോൺ വെജ് ഉൾപ്പെടെയുള്ള നല്ല ഫുഡും എല്ലാം അവർക്ക് കൊടുത്തായിരുന്നു. പ്ലസ് അവർക്കുള്ള ടോയ്ലറ്റ് സർവീസുകൾ, അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ടോയ്ലറ്റ്സ് ഉണ്ടാക്കി, ടോയ്ലറ്റ്സ് ഉണ്ടാക്കി കൗണ്ട് ചെയ്യാൻ പറ്റില്ല, അത്രയും ടോയ്ലറ്റ്സ് ഉണ്ടാക്കി. പിന്നെ അവർക്ക് വിശ്രമിക്കാൻ സ്പേസ്, ഫാനൊക്കെ വെച്ചിട്ട് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് അവരെ നന്നായിട്ട് കെയർ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം അത് എല്ലാ സിനിമയിലും സാധ്യമല്ല. പക്ഷെ അതിന് വേണ്ടി തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഈ ജൂനിയേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനും അവരെ കെയർ ചെയ്യാനും അവർക്ക് കൊണ്ട് കാര്യങ്ങൾ എത്തിക്കാനൊക്കെ ആയിട്ട് E4-ന്റെ സൈഡിൽ നിന്നും പൃഥ്വിരാജ് പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്നൊരു ടീം തന്നെ ഉണ്ടായിരുന്നു, ഒരു ജൂനിയേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യാൻ. അതൊരു വലിയ ഭയങ്കര ഒരു പ്ലാനായിട്ട് തോന്നി. അതൊരു സിസ്റ്റമാറ്റിക് ചെയ്യുന്നതിൻ്റെ ഒരു എവിഡൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അത് എല്ലാ സിനിമയിലും ഇത്രയും ക്രൗഡ് ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി അടുത്ത സിനിമകളിലും എല്ലാവർക്കും അപ്ലൈ ആവുന്ന ഒരു പരിപാടിയായിട്ട് മാറി. അതൊരു എക്സാമ്പിളായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് ഭയങ്കര നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അപ്പം ആ ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു. കാര്യം അവർ വരുന്നത് തന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടാണ് വരുന്നത് ആൾക്കാർ നമ്മുടെ ടീമിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമുണ്ടായി എനിക്ക്. അപ്പം ഈ പറഞ്ഞ ക്രൗഡും അതിനകത്ത് സഹകരിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഫെലിക്സ്, നമ്മളൊരു സാധനം പറയുമ്പോൾ നമ്മൾ ഒരു ആക്ഷൻ ഡയറക്ടർ ഇപ്പോൾ ഇവിടുന്നുള്ള നോർമലുള്ള ആൾക്കാരെ വിളിക്കുമ്പോൾ അവർ വരുന്നു, ഷൂട്ട് ചെയ്യുന്നു, പിന്നെ നമ്മൾ അതിൻ്റെ റിസൾട്ട് കാണാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ പറ്റില്ല. എനിക്ക് ആക്ഷൻ, എനിക്കത് കൊറിയോഗ്രഫി ചെയ്ത് ഒരു ഡാൻസ് കൊറിയോഗ്രഫി പോലെ നമ്മൾ ഷോർട്ട് പ്ലാൻ ചെയ്യുന്ന പോലെ എനിക്ക് അതിൻ്റെ ഫൈറ്റ് എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതെനിക്ക് കൊറിയോഗ്രഫി ചെയ്ത് കാണണം. അപ്പോൾ അവർ എനിക്ക് കാണിച്ചു തരും, അവരെന്നെ ഫൈറ്റ് ചെയ്ത് കാണിച്ചു, ഇതാണ് നടക്കാൻ പോകുന്ന ഫൈറ്റ്. അപ്പോൾ അതിലെനിക്ക് ചേഞ്ചസ് വരുത്താം, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ ഡിസ്കഷനിൻ്റെ പുറത്താണ് വീണ്ടും ഒരു ഷൂട്ട് ചെയ്യും. ആ സാധനം ഷൂട്ട് ചെയ്ത് ഞങ്ങളെ കാണിച്ച് ഇതിൻ്റെ ആംഗിൾസ്, കട്ട്സ് എല്ലാം നമ്മൾ ഫിക്സ് ചെയ്ത് എല്ലാം ലോക്ക് ചെയ്ത് പ്രിവ്യൂ നമ്മൾ കണ്ടു, എന്നിട്ടാണ് നമ്മൾ അതിന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് മാത്രം എടുക്കാൻ പറ്റും. അപ്പം അതിന് എനിക്ക് ഭയങ്കര ഗുണം ചെയ്തത് രാജുവിൻ്റെ ഇഞ്ചുറി ഉണ്ട്. അപ്പം ആ ഇഞ്ചുറി ടൈമിലും പുള്ളി അധികം ബുദ്ധിമുട്ടിക്കാതെ ആവശ്യമുള്ള ഷോട്ട് മാത്രം മാർക്ക് ചെയ്ത് സ്ട്രെസ്സ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതിപ്പം ജയിലാണെങ്കിലും സെയിം കണ്ടീഷൻസ് ബേസിലും ദർശനയും ഫൈറ്റ് ചെയ്തപ്പോൾ ഉണ്ടാക്കും. അപ്പം ഫെലിക്സ് വരുമ്പോൾ എനിക്ക് അതാണ് ഏറ്റവും ഗുണമായിട്ട് തോന്നിയത്. കാര്യം നമ്മുടെ കൂടെ പുള്ളി ഉണ്ട് ഫുൾ ടൈം. 1, 2 പുള്ളി സ്ക്രിപ്റ്റിനനുസരിച്ചിട്ട് ഷോർട്ട് ഡിവിഷൻ ചെയ്ത് എനിക്കത് ഒരു ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ നോർമൽ ആക്ഷൻ ഡയറക്ടേഴ്സ് ആണെങ്കിൽ അവർക്ക് ഒരുപാട് തിരക്കുണ്ടാവും, അവർ വരുന്നു ആ സമയത്ത് ഷൂട്ട് ചെയ്യുന്നു പോകുന്നു മാത്രമേ ഉണ്ടാവും. ഇത് പുള്ളിക്ക് ടോട്ടാലിറ്റിയെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവും. ക്യാരക്ടേഴ്സ് എന്താണ് പെരുമാറുന്നത്, അവരുടെ സ്വഭാവം എന്താണെന്ന് വരെ പുള്ളിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഫെലിക്സുമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാവും എപ്പോഴും. പുള്ളിക്ക് പറഞ്ഞാലൊക്കെ മനസ്സിലാവും, എനിക്കും പുള്ളി പറഞ്ഞതൊക്കെ മനസ്സിലാവും. അല്ല, പുള്ളി ജർമ്മൻ ഭാഷയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം കുറച്ച് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം. ഞാനും ശ്രമിക്കും സംസാരിക്കാനൊക്കെ. പക്ഷെ എന്നാലും ട്രാൻസ്ലേറ്ററായിട്ട് ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ മലയാള സിനിമകളിലെ ആക്ഷൻ ഫൈറ്റ് എങ്ങനെയാണ്, ഇപ്പം ഈ മറ്റേ നമ്മൾ പിടിവലി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, മറ്റേ കോമഡി ആയിട്ടുള്ള, അതൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ള പഴയ സിനിമയുടെ റെഫറൻസ് കാണിച്ചു കൊടുക്കും പുള്ളിക്ക്. പുള്ളി അതിൽ കുറച്ച് നേരം പണി എടുക്കുന്നുണ്ട് പുള്ളി. അപ്പം സിനിമ എന്ന് പറയുന്ന ഭാഷ ഒരു വിഷയമല്ലെന്ന് നമുക്കറിയാമല്ലോ, വിഷ്വലാണല്ലോ. അപ്പോൾ അത് വിഷ്വലും സൗണ്ടിലും നമ്മളത് ട്രീറ്റ് ചെയ്യുമ്പോൾ അത് ഇനിയിപ്പം എത്ര ഭാഷ അറിയാത്ത ഒരാളെ നമുക്ക് എവിടെയും കൊണ്ടുപോയി പിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പാണ്. അത് ഫെലിക്സ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ പൃഥ്വിയുടെ ക്യാരക്ടർ സെറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു? ഇപ്പം ഓവർ ദി ടോപ്പ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം അത് ഇപ്പം നമുക്കറിയാം, പൃഥ്വിയുടെ ഇപ്പം മുമ്പുള്ള ക്യാരക്ടേഴ്സിന്റെ അത് കോമഡി പ്രസന്റ് ചെയ്യുന്നതിനൊക്കെ ഒരു സ്റ്റൈലുണ്ട്.
അപ്പൊ അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയാണോ പിടിച്ചിരിക്കുന്നത്? അല്ല, അങ്ങനെ വ്യത്യസ്തമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടൊന്നുമില്ല. കാര്യം ഈ സിനിമ കുറച്ച് ആളുകൾക്ക് റിലേറ്റ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഇത് ശരിക്കും നമ്മൾ ഈ താരങ്ങളെ നമ്മൾ താരങ്ങളായിട്ട് കാണുന്നൊരു സിനിമ തന്നെ ആയിരിക്കും. പൃഥ്വിരാജാണെങ്കിലും ഫേസിലാണെങ്കിലും നിഖിലാണ് അനുസരാണെന്നൊക്കെ നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. അത്രയും ഭയങ്കര ക്യാരക്ടർ പിടിക്കാനുള്ള സിനിമയല്ല. നമ്മളൊരു കല്യാണം കൂടാൻ പോകുന്നൊരു സിനിമയാണ്. അപ്പം ആ ഒരു വൈബിൽ പോകുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ക്യാരക്ടർ ചേഞ്ച് ഒന്നും വരുത്താൻ പറ്റില്ല. എന്നാലും ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്നാണ്. അപ്പം എന്നാലും സിനിമയുടെ പിന്നീടുള്ള പോക്കിന് ഗുണകരമാവുള്ളൂ. കാര്യം നമ്മൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് പടം പിടിച്ചാൽ അവസാനം എത്തുമ്പോൾ നമ്മൾ ലോജിക്കൊക്കെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് പലരും. ആ കയ്യിൽ നിന്ന് പോകുമ്പോൾ ഇതുവരെ കണ്ട സിനിമയിലോ നിങ്ങൾ കാണുമെന്ന് വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് സിനിമയിലെ ക്യാരക്ടേഴ്സിനാണെങ്കിലും സിനിമയിലുണ്ട് ആ സീനുകളുണ്ട്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ നമ്മൾ കുറച്ച് എക്സാജറേറ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് സിനിമയുടെ അവസാനം എത്തുമ്പം ഈ പറഞ്ഞ ലോജിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാനാണ്. അപ്പം ലോജിക്കൽ ഇഷ്യൂസ് എന്തായാലും ഉണ്ടാവും. ആ ലോജിക്ക് മാറ്റി വെച്ചിട്ട് സിനിമ കാണേണ്ടി വരും. ഇപ്പം നമ്മൾ പണ്ട് ഇപ്പം പറയുന്നത് അല്ലേ CD മ്യൂസിക് കാണുന്ന പോലെ ഞാൻ ആ സിനിമ വെച്ച് കമ്പയർ ചെയ്തില്ല. ലോജിക്ക് കുറച്ച് മാറ്റി വെച്ച് കണ്ടാൽ ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പം ആ ലോജിക്ക് ഒഴിവാക്കാൻ വേണ്ടി ഇതിനെല്ലാം ഞാൻ കുറച്ച് റിയൽ ലൈഫിൽ നിന്ന് കുറച്ച് അപ്പ് ചെയ്ത് സിനിമ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം ആ ക്യാരക്ടേഴ്സും അതിനനുസരിച്ച് കുറച്ച് ഓവർ ദ ടോപ്പ് ചെയ്യേണ്ടി വരും. അതിപ്പം നമ്മൾ രാജുവിനെ മാത്രമായിരിക്കും ചിലപ്പോൾ ട്രെയിലർ ടീസർ അങ്ങനെ കണ്ടത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതുപോലെ ചെയ്യുന്ന ഇച്ചിരി കിളി പോയാൽ ഇച്ചിരി കാരിക്കേച്ചറായിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ്. ഈ പുതിയൊരു വൃത്തിയെ കാണാമെന്ന് പറഞ്ഞല്ലോ, എത്തരത്തിലാണ് അങ്ങനെ ഒരു തോന്നല്? ഇത് തന്നെയല്ലേ എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് പുതിയൊരു പ്രത്യേക കാണാൻ. കാര്യം അന്ന് ആയുമ്പ് കാലിൽ ഇഞ്ചുറി ഉണ്ടായിരുന്നില്ല. പുതിയ വൃത്തി അല്ല, നമ്മൾ ആടുജീവിതത്തിൽ ഞാനത് ശ്രദ്ധിച്ചിട്ടാണ്. അത് നമ്മൾ എൻ്റെ ഒരു സിനിമ പുള്ളി ചെയ്ത രീതി. ഇതിൽ നമുക്കൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള എന്നാൽ കോമഡി ഹാൻഡിൽ ചെയ്യുന്ന ആദ്യം അങ്ങനത്തെ ഒരു ജോണറിൽ രാജു ചെയ്തിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ ബാക്കി കാസ്റ്റ് ബേസിലോട്ടുള്ള കോംബോ സീക്വൻസസ്, നിഖിലായിട്ടുള്ള സീക്വൻസസ്, ഇപ്പം ഈ നമ്മളെ അശ്വിൻ, സിജു പോലുള്ള ആൾക്കാർ, പിന്നെ സീനിയേഴ്സ് ആയിട്ടുള്ള ഇങ്ങനെ പല ടൈപ്പ് ഗ്രൂപ്പുകൾ ഇതിനകത്തുണ്ട്. ആർട്ടിസ്റ്റ് വൈസ് ഇവരുടെയൊക്കെ കോമ്പിനേഷൻസ് ഒക്കെ നല്ല റിസൾട്ട് വരും. പ്രത്യേകിച്ച് എനിക്ക് ജോമോനും വന്നിട്ടുള്ളത്, ജോമോനും രാജുവായിട്ടുള്ള സീന് നമ്മൾ എഴുതുമ്പം ആ സീൻ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. അത് ലാസ്റ്റ് വീണ്ടും നമ്മൾ മാറ്റുന്നത്, എന്നിട്ട് ലാസ്റ്റ് വീണ്ടും ഷൂട്ട് ചെയ്യുമ്പോൾ അതെങ്ങനെ ആളുകൾ പെർഫോം ചെയ്യുന്നറിയില്ല. രാജു ആണെങ്കിലും ജോമോനാണെങ്കിലും. പക്ഷെ അത് പെർഫോം ചെയ്യുമ്പോൾ വേറൊരു സാധനം വന്നു. അപ്പം അത് എനിക്ക് തോന്നുന്നു അതൊക്കെ ആ സമയത്ത് എക്സ്പ്ലോർ ചെയ്ത സാധനങ്ങളാണ്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് രാജു, എൻ്റെ ഒരു പേഴ്സണൽ തിങ്കിങ് ആണ്, രാജു ഭയങ്കര പ്രിപ്പയർ ചെയ്തിട്ട് സിനിമ ചെയ്യുന്ന, ഡയറക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അഭിനയിക്കുന്ന ഒരാളാണ്. പക്ഷെ അവിടെ വന്നപ്പം അതെന്തായാലും തോന്നി. അപ്പം അതൊരു പുതിയ കാര്യമായിരിക്കുമല്ലോ. അപ്പോൾ ആ സ്പോട്ടിൽ പുള്ളിക്ക് തോന്നിയ ഇൻഡ്യൂഷൻ വെച്ചിട്ട് പുള്ളി അഭിനയിച്ചിരിക്കണം. അപ്പോൾ അതൊരു പുതിയ സാധനമായിട്ട് എനിക്ക് തോന്നി. ഇനി അങ്ങനെയാണെന്ന് അറിയില്ല, അത് രാജുവിന് പറയേണ്ടി വരും. ഈ രണ്ട് ഡയറക്ടേഴ്സിനെയാണല്ലോ, അത് രണ്ട് ഡയറക്ടേഴ്സ് ചുമ്മാ ഉള്ള ഒരു ഡയറക്ടറല്ല, മലയാളത്തിൽ തന്നെ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്ത രണ്ട് ഡയറക്ടേഴ്സ്. അപ്പം അവരെ വെച്ച് ചെയ്യാൻ നേരത്തുള്ള ഇൻപുട്ട് എങ്ങനെയായിരുന്നു? അത് സീൻ അവർ തീരെ ഇൻപുട്ട് എനിക്ക് തരാറില്ല. അവരെനിക്ക് എൻ്റെ അടുത്ത് വന്ന് ഇടപെടാറില്ല. എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ ഒക്കെ വിചാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ രാജു വന്നിട്ട് ആ ഷോട്ട് അങ്ങനെയല്ല ഇങ്ങനെ വയ്ക്കേണ്ടതെന്നൊക്കെ പറയുന്ന ഒരാളായിരിക്കും ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടാണ് തുടങ്ങുന്നത് ഡേ മോഡലിൽ. പക്ഷേ രാജു മോഡലിൻ്റെ ഫ്രണ്ടിൽ പോലും വന്നിരിക്കുന്നില്ല, ആ സ്പോട്ട് കാണുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് മനഃപൂർവ്വം മാറിയിരിക്കും തോന്നുന്നു. ഞാൻ ഇൻവൈറ്റ് ചെയ്യും, ഇവിടെ വന്നിരിക്കാം അല്ലെങ്കിൽ സ്പോട്ട് കാണണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ഗ്രാജുവലിയാണ് ഞങ്ങളോട് സിങ്ക് ആവുന്നത്. അതായത് എനിക്ക് ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് പുള്ളി വിചാരിച്ചിട്ടുണ്ടാവും. ബേസിൽ എനിക്ക് പണ്ടേ അറിയാം. ബേസിൽ എന്തും മുഖത്ത് നോക്കി പറയും, കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്ന് തന്നെ പറയും, കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് തന്നെ പറയും. ഇല്ലെങ്കിൽ അവനെ കളിയാക്കലും അവൻ എന്നെ കളിയാക്കലും ചിരിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ രാജുവിൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. പക്ഷേ പോകെ മനസ്സിലായി നമ്മൾ രണ്ടുപേരും ഏതാണ്ട് ഒരേ സ്വഭാവമുള്ള ആൾക്കാരാണ് ഇരിക്കുന്നവരെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. അവർ നമ്മളെ വർക്കിൽ ഇടപെടുകയോ, പിന്നെ ഡയറക്ടേഴ്സിന് അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ, ഡയറക്ടർക്കും ആക്ടർ ആകുമ്പോൾ അവർക്കറിയാം വേറൊരാളുടെ വർക്കിൽ കയറി ഇടപെടാൻ പാടില്ല. അവർ ഒരു വലിയ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ചെറിയൊരു മാറ്റങ്ങളൊന്നും വരുത്താൻ ശ്രമിക്കില്ല എന്നത് എനിക്കറിയാം. അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഒരിക്കലും ഡയറക്ടേഴ്സ് ഒരിക്കലും വേറൊരു ഡയറക്ടർ ഡിസ്റ്റർബ് ചെയ്യില്ലെന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അത് രണ്ടുപേരും ആ ഒരു അകലം നമ്മളിന്ന് എപ്പോഴും സൂക്ഷിക്കുന്നുണ്ടാവും. പക്ഷെ എന്നാൽ ഞാൻ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ വർക്കായെങ്കിൽ വർക്കായി തന്നെ പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയും. അതുകൊണ്ട് പക്ഷെ എന്നാലും നമ്മുടെ ഒരു ജോലിയിൽ കയറി അവർ ഇടപെടുന്നൊരു സ്ഥിതി എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് ആക്ടേഴ്സായിട്ട് മാറി. അത് അവർ ഡയറക്ടേഴ്സ് ആയതുകൊണ്ടാണ് അവർ അതങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്ത് മാറി നിൽക്കുക, അല്ലെങ്കിൽ നമുക്ക് ആ ഫ്രീഡം തരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ദിവസം നമ്മൾ ഈ ഗുരുവായൂർ സെറ്റ് ഇട്ടിട്ടാണ് നമ്മളത് ഷൂട്ട് ചെയ്തത്. അപ്പം ഫസ്റ്റ് ഡേ റെഡിയായി എല്ലാം സെറ്റ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കല്യാണ പെണ്ണ്, നല്ല കോസ്റ്റ്യൂം, നല്ല ജ്വല്ലറി, മുല്ലപ്പൂ, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു.
പിന്നെ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം മുതലേക്ക് മനസ്സിലായി പാളി. കാരണം പറ്റില്ല, പുറത്തിറങ്ങിയ ചൂട് അകത്ത്. കാരണം ഒരുപാട് ഈ പടത്തിൽ ആദ്യം തൊട്ട് അവസാനം വരെ ഒരുപാട് സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അല്ലാതെയും ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നതാണ് ഈ ക്ലൈമാക്സ് മൊത്തത്തിൽ, എല്ലാ ആർട്ടിസ്റ്റും. അപ്പം ക്ലൈമാക്സ് ആകുമ്പോൾ ഇവരെല്ലാവരെയും വെച്ച് ചെയ്യണം. അപ്പം നമുക്ക് അവിടെ വന്നിട്ട് നമ്മൾ കുറേ സമയം നമ്മൾ വെറുതെ ഇരിക്കേണ്ടി വരും ചിലപ്പോൾ. അപ്പം മിക്ക സമയങ്ങളിൽ നമ്മൾ ക്യാരവാനിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല, ബോറടിക്കും, പുറത്തേക്ക് ഇറങ്ങും. അപ്പം അങ്ങനെയാണ് ഷൂട്ട് പോയിക്കൊണ്ടിരുന്നത്. ചിലപ്പം നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, കാരണം എനിക്ക് ഇത്രയും സെറ്റ് വെച്ചുകൊണ്ട് ഉറങ്ങാൻ പറ്റില്ല, റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ പുറത്തേക്ക് ഇറങ്ങി ആ ഷൂട്ടൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര രസമാണ്. കാരണം ആ ചെയ്യുന്ന രീതി, അതായത് എല്ലാം ഷൂട്ട് ചെയ്തേക്കുന്ന ഓർഡറിലായിരുന്നില്ല, ബട്ട് സ്റ്റിൽ ആ കണ്ടിന്യൂറ്റി ആദ്യം മുതൽ അവസാനം വരെ അത് പിടിച്ച് ചെയ്തു. അപ്പം അതൊക്കെ എനിക്കൊരു ന്യൂ എക്സ്പീരിയൻസ് ആണ്. ഇത്രയും വലിയൊരു സെറ്റിൽ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടി ചെയ്യാന്നുള്ളത് എനിക്ക് ഭയങ്കര ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ അത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. പിന്നെ ബേസിലേട്ടൻ്റെ വധു എന്ന് പറയുന്ന, വധു എന്ന് മാത്രമല്ല പേരായിട്ടാണെങ്കിലും എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ. ഇപ്പം നമ്മൾ എൻ്റെ സീൻ എടുത്ത് എൻ്റെ ക്ലോസ് ആണെങ്കിൽ കൂടി ആളെനിക്ക് അപ്പുറത്തിരുന്ന ആളുടെ ഡയലോഗ് എനിക്ക് ക്യാമറ ഇപ്പുറത്ത് എനിക്ക് ഡയലോഗ് പറഞ്ഞു തരും. സോ അത്രയും കംഫർട്ടബിൾ ആയിരുന്നു, അത്രയും സെറ്റായിരുന്നു എനിക്ക് ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ. അതേപോലെ ഇപ്പം എല്ലാവരുടെയും കൂടി മൊത്തത്തിൽ ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും കൂടി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ എൻജോയ് ചെയ്തൊരു സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം രാജുവേട്ടൻ്റെ കോമഡി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഈ സിനിമ മല്ലികാമ്മേനെ എത്രത്തോളം സന്തോഷിപ്പിക്കും? അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഈ പടം. അല്ല, അമ്മയ്ക്ക് നല്ല ഇതൊരു അറ്റ്ലീസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ നാളെ റിലീസായിട്ട് അങ്ങനല്ലല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞാൽ അങ്ങനല്ല. എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് ഈ ഹാപ്പി വ്യൂയിങ് ആണ് സിനിമ. നമ്മൾ കാണുമ്പോഴും കണ്ടു തീരുമ്പോഴും ഒക്കെ ഒരു സന്തോഷം തരുന്ന സിനിമയാണ്. ഈ ഡോപ്പമീൻ ഷോട്ട് എന്ന് പറയുന്ന പോലെ നമുക്ക് ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഹാപ്പിയായി അല്ലേ. അപ്പോൾ അത് അങ്ങനത്തെ സിനിമകളാണ് പലപ്പോഴും ആൾക്കാർ വീണ്ടും കാണാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. ബിക്കോസ് യു വോണ്ട് ടു ഗോ ബാക്ക് ടു ഹൗ ദ ഫിൽം മെയ്ഡ് യു ഫീൽ. അപ്പോൾ അത് അമ്മയ്ക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സിനിമയാണെന്നാണ് എൻ്റെ ഒരു ശുഭപ്രതീക്ഷ. അമ്മയ്ക്ക് പ്രത്യേകിച്ചും, കാരണം ഈ പറഞ്ഞാൽ അമ്മയ്ക്ക് ഞാൻ ഈ ലൈറ്റർ റോൾസ് ഒക്കെ ചെയ്യുന്നത് കാണാൻ ആണ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. അമ്മയ്ക്ക് അമറക് ആന്റണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ 16-ാം തീയതി അല്ലെങ്കിൽ റിലീസായ ഉടനെ ആദ്യ ദിവസങ്ങളിൽ തന്നെ സിനിമ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ അമ്മയോട് ചോദിക്കാം. എനിക്കറിയില്ല എങ്ങനെയാണ് ബോളിവുഡിൽ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് അറിയില്ല. കോമഡി രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് കൊടുക്കാവുന്ന മറുപടി എന്താ? എനിക്കറിയോ? ഞാൻ ബോളിവുഡ് ചെയ്യാൻ പോകുന്ന ആര് പറഞ്ഞു? അത് വെറുതെ അവന് ഹിന്ദി അറിയാം. ഞാൻ സുഗമ പരീക്ഷയ്ക്കൊക്കെ എനിക്ക് 100 മാർക്ക് അത് പുലിയാണ് ഞാൻ. ഇപ്പൊ കുറച്ചുകൂടെ ഹിന്ദിയൊക്കെ ഹിന്ദി സിനിമ കാണുന്ന ഒരാൾ. എനിക്കറിഞ്ഞൂടാ, ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് ശക്തിമാൻ. ബേസിലേട്ടാ പൃഥ്വിയേട്ടാ കുറച്ച് പറഞ്ഞാൽ ഈ ഫാമിലി സ്റ്റാർ എന്നുള്ളൊരു പട്ടം ഇത് ഒരു എന്താ ലേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? ആ ഉണ്ട്. അതെ, അങ്ങനൊന്നുമില്ല. അപ്പോ ബേസിൽ ഭയങ്കര സീരിയസ് ആയി പോയല്ലോ. പൃഥ്വിരാജിന്റെ ഫിലിം അഭിനയിച്ചോണ്ടോ? ഞാൻ നല്ല പാട്ടൊക്കെ പാടിയത് കണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് പിന്നെ ഉറക്കം കിട്ടിയില്ല ഇന്നലെ. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. നന്നായിട്ട് ഉറങ്ങിയിട്ടൊക്കെ വന്ന് ഭയങ്കര കോമഡിയാ. അല്ല, ഞാനൊക്കെ ആയിട്ട് വരാൻ നേരത്ത് ഭയങ്കര തగ్గടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ ഇല്ല, അങ്ങനല്ല. പക്ഷെ നിങ്ങളിങ്ങനെ അമിതഭാരം തരല്ലേ. കഴിഞ്ഞ ദിവസം ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിന്റെ ഇടയിൽ പ്രാവുംകൂട്ട് ഷാപ്പിന്റെ ഷൂട്ടിന്റെ ഇടയിൽ ഒരു ചേട്ടൻ വന്ന് ഫോട്ടോ എടുത്തു. അപ്പോൾ ചേട്ടൻ ചോദിച്ചു തൃശ്ശൂരാണ് ഷൂട്ടിങ്. അപ്പോൾ ചേട്ടൻ ചോദിച്ചു ഏത് പടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാവുംകൂട്ട് ഷാപ്പ്. അപ്പോൾ ചേട്ടൻ ഇന്റർവ്യൂ പൊളിക്കണട്ടാ. അപ്പൊ പടം ഇന്റർവ്യൂവിൽ ഇപ്പം അമിത പ്രതീക്ഷയായി തുടങ്ങി. അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം രാജുവേട്ടനിൽ നിന്ന് ഒരു നടി എന്ന നിലയിൽ രാജുവേട്ടനിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കാൻ പറ്റുക? പ്രത്യേകിച്ചൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. ഇല്ല, അങ്ങനെ പഠിക്കുക എന്നുള്ളതല്ല. നമ്മൾ
ചില ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാനുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും. നമ്മൾ സിനിമയിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ടൈം അസോസിയേഷനാണ്. അപ്പം എനിക്ക് അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. പഠിക്കാനുള്ളൊരു സ്പേസൊന്നും വെബനാട്ടം തന്നിട്ടില്ല. ഒരുപാട് സീനുകളും ഡയലോഗുകളൊക്കെ ഉള്ളതുകൊണ്ട് അത് പഠിക്കേണ്ടത് കൊണ്ട് മറ്റേതെനിക്ക് പറ്റിയിട്ടില്ല. ഇല്ല, അങ്ങനെ ഒരാളുടെ അടുത്തുനിന്ന് പഠിക്കുക എന്ന് പറയുന്നത് അഭിനയിക്കുന്ന സമയത്ത് എന്നുള്ളതല്ലല്ലോ. നമ്മൾ ഗ്രാജുവലി ഇപ്പം എല്ലാ ദിവസങ്ങളും നമ്മൾ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊക്കെ കാണുമ്പോഴാണ് നമ്മൾ കൂടുതൽ പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതും. മാനറിസം ഇല്ല, അങ്ങനെ കഥ ഇല്ല. പക്ഷെ എനിക്കിങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു. എനിക്ക് ആദ്യമൊക്കെ എനിക്ക് നമുക്ക് ഒരു പേടി ഉണ്ടാവുമല്ലോ ഇപ്പോൾ അല്ലേ. ഞാനും അങ്ങനെ അധികം മുമ്പ് ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല, എല്ലാവരെയും പോലെയൊക്കെ തന്നെയാണ്. ഈ വിമാനത്തിന്റെ സംഗതി എല്ലാവരും പറയുന്നുണ്ടല്ലോ, സെൽഫി എടുക്കാൻ പോയതാണ്. ആ, ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാ. അപ്പൊ അന്ന് ഒരു പ്രാവശ്യം, ഈ സിനിമയ്ക്ക് മുമ്പ് ഒറ്റ പ്രാവശ്യം ഞാൻ രാജുവേട്ടനെ കണ്ടിട്ടുള്ളൂ. അത് വിമാനം എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ ഞാൻ അതുവഴി പോയപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ സിനിമയിലൊക്കെ ഇവിടെ പറയേണ്ട കാര്യം. അപ്പോൾ അങ്ങനെ അപ്പൊ ഞാൻ ഭയങ്കര ഫാനാണ്. അപ്പൊ അത് കാരണം ഇതിന്റെ സെറ്റിൽ വന്നപ്പോൾ ഞാനും ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർവ്യൂസിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ റീലിലൊക്കെ കാണുന്ന രാജുവേട്ടനാണ് എൻ്റെ മുമ്പിൽ. അപ്പോൾ എനിക്കും കുറച്ച് പേടിയുണ്ട്. മോണിറ്ററിൻ്റെ പുറകിൽ ഇങ്ങനെ ഇരിക്കുന്നത്, നമ്മളിങ്ങനെ നമ്മളൊക്കെ കൂടെ ഇങ്ങനെ ഗ്യാങ്ങാണല്ലോ, അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ്. അപ്പം ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ 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 നമ്മുടെ ഒരേ വൈബാന്ന് മനസ്സിലായി. പിന്നെ ഭയങ്കര കോമഡിയായിരുന്നു, തമാശയൊക്കെ പറയും. അങ്ങനെ ഇംഗ്ലീഷ് ടിപ്സ് ഒക്കെ ചോദിച്ചു. ടിപ്സോ? അല്ല, ഞാൻ ഇങ്ങനെ ചോദിക്കും. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്ന് രാവിലെയും കൂടെ ചോദിച്ചത് ടിപ്പ് ചോദിക്കല് തന്നെ, ഫുൾ ടൈം ടിപ്സ്. അപ്പോൾ അല്ല, എനിക്കിതൊക്കെ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിനിമ എന്ന് മാത്രം ആലോചിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണല്ലോ, ഫുൾ ടൈം സിനിമ. ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ സംസാരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ, ഒരു മലയാള സിനിമയെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഒരു ബ്രാൻഡ് അംബാസഡർ എന്നൊക്കെ രീതിയിൽ പുറത്തേക്ക് അതിനൊക്കെ. അപ്പോൾ ഇതൊക്കെ അങ്ങനത്തെ ആസ്പിറേഷൻസ് ഉള്ള ഒരാൾ. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര, ഞാനും അങ്ങനെ കുറച്ച് അംബീഷ്യസ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ എനിക്കും ഈ പറയുന്നത് ഭയങ്കര റിലേറ്റബിൾ ആണ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ കൂടെ മാനേജ് ചെയ്ത് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, കണ്ടിന്യൂസ്ലി ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതെല്ലാം മാനേജ് ചെയ്ത്. പിന്നെ അവിടെ എങ്ങനെയാണ്, അവിടുത്തെ വർക്കിംഗ് എങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണ്, ഇവിടുത്തെ സ്റ്റൈൽ എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ പഴയ കഥകൾ, ഒരുപാട് സിനിമകളിലെ കഥകളും തമാശകളൊക്കെ അങ്ങനെയൊക്കെ. ഇപ്പോൾ ചെറിയ പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ ഒരാളെന്നുള്ള രീതിയിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നു, ഡിജിറ്റലിലേക്ക് വന്നപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്നു, പല പല ആർട്ടിസ്റ്റുകളുടെ കൂടെയും പല ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. തെലുങ്കിൽ ചെയ്യുന്നു, ഹിന്ദിയിൽ ചെയ്യുന്നു, അങ്ങനെ പല ഭാഷകളിൽ ചെയ്യുന്നു. അപ്പോൾ എല്ലാത്തിനെ കുറിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ, കഥകളൊക്കെ ചോദിക്കാനുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി, ഇവരെങ്ങനെ പ്രശാന്ത് ഇങ്ങനെയൊക്കെ നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരുപാട് ചോദിക്കാനുണ്ട് ആക്ച്വലി. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ ടിപ്സ് ചോദിക്കാറുണ്ട്. എനിക്ക് ഇപ്പം ബേസിൽ ഒരുപാട് വർക്ക് ചെയ്ത് ഇങ്ങനെ ടയർഡൊക്കെ ഇല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ നേരത്ത് വിനീത് ശ്രീനിവാസ് ഇടയ്ക്ക് വിളിച്ചിട്ട് ചോദിക്കും, എടാ നീ ഓക്കെ അല്ലേ എന്നിങ്ങനെ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ വൃത്തിക്ക് പറ്റിയത് സംഗതിയാ, ഈ എല്ലാം കൂടെ ആ പരിപാടിയാണോ ഈ പറഞ്ഞത്? പറഞ്ഞു വിനീതേട്ടൻ പറഞ്ഞു. അതായത് വിനീതേട്ടന് ഈ പറയുന്ന പോലെ ഞാൻ എന്താ കുറേ എല്ലാം കൂടെ ആയിട്ട് ഞാൻ ഭ്രാന്തായിട്ടിരിക്കുമ്പോൾ ഒരു വിനീതേട്ടൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഒരു ദിവസം, എടാ നീ ഓക്കെ ആണോ, എല്ലാവരും എന്തെങ്കിലും ഡേറ്റ് മറ്റേത് അതപ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ ചോദിക്കുക. അപ്പോൾ ഒരാൾ പെട്ടെന്ന് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അങ്ങനെയൊക്കെ ആൾക്കാർ അത് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് വിനീതേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. അപ്പോൾ അതിൽ വിനീതേട്ടൻ സംസാരിച്ച എല്ലാവർക്കും പൃഥ്വിരാജ് ആവാൻ പറ്റൂല്ലോ, അതുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് ഓക്കെ ആണോ എന്ന് ഞാൻ ചോദിച്ചു എന്ന് അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെയാണ് എനിക്കും അറിയുന്നത്, എങ്ങനെയാണ് അങ്ങനെ ആവുന്നത്. എൻ്റെ രണ്ടാമത്തെ സിനിമയാണ്, രോമാഞ്ചത്തിന് ശേഷം. രണ്ടാമത്തെ സിനിമയിൽ എനിക്ക് ഇവരുടെയൊക്കെ അടുത്തിരിക്കാൻ പറ്റുന്നൊന്നും സ്വപ്നം പോലും കണ്ടിട്ടുള്ളതല്ല. എത്രയോ പേരൊക്കെ എത്രയോ പടങ്ങൾക്ക് ശേഷമായിരിക്കും അവർക്കൊക്കെ ഇത് കിട്ടും. പക്ഷേ അത് രാജേട്ടനും ബേസിലാണ് ഇവരൊക്കെ നമ്മളെ പരിഗണിക്കുന്നതാണല്ലോ, ഇവിടെ വന്നിരിക്കാനും പറ്റുന്നതും നിങ്ങൾക്ക് ഇപ്പോൾ എന്നോട് ചോദ്യം ചോദിക്കാൻ പറ്റുന്നതല്ല. പിന്നെ ലൊക്കേഷനുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
വിപിൻ ചേട്ടൻ ഭയങ്കര സപ്പോർട്ടീവാണ്. നമുക്ക് പേടിയുണ്ട്, കാരണം ഇവരൊക്കെ ഭയങ്കര സീനിയർ ആർട്ടിസ്റ്റുകളാണ്. പക്ഷേ വിപിൻ ചേട്ടൻ എപ്പോഴും നമ്മുടെ അടുത്ത് ആ ഒരു എപ്പോഴും നമ്മളെപ്പോഴും കംഫർട്ടാക്കി തന്നെ നിർത്തും, അടിപൊളിയായിട്ട് തന്നെ നിർത്തും. പിന്നെ ഞാനും സാഫ, ജോമോന്, അശ്വിന് ഞങ്ങളായിരുന്നു ഒരു ഗ്യാങ്ങായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം പടം കാണുമ്പോഴും നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം അടിപൊളിയാണ്, സ്വപ്നതുല്യം അതിനപ്പുറമൊക്കെയാണ്. ബ്ലസ്സി സാർ ഒരു ഇൻ്റർവ്യൂവിൽ മാതൃഭൂമിയുടെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പറഞ്ഞു, പൃഥ്വിരാജ് എന്ന് പറയുന്ന ആക്ടറുടെ കണ്ണുകളിൽ എപ്പോഴും ഒരു തിളക്കം ഉണ്ടാവും. ആടുജീവിതത്തിൽ കാസ്റ്റ് ചെയ്യുമ്പോൾ ആ തിളക്കം മാറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച്. ആടുജീവിതം കഴിഞ്ഞിട്ട് പിന്നീട് ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്തപ്പോൾ ഈ ഇതിലെ നമ്മുടെ ഗുരുവായൂർ പോലുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതിൽ നിന്ന് മറ്റ് ക്യാരക്ടേഴ്സിലേക്ക് മാറാനൊരു ബുദ്ധിമുട്ടുണ്ടായത്, ഒരു ചലഞ്ചിങ് ആയിരുന്നു. നമ്മൾ എനിക്ക് ആക്ടേഴ്സ് ജനറലി ഒരു സിനിമ കഴിയുമ്പോൾ, കുറച്ച് സിനിമകൾ ചെയ്ത് കഴിയുമ്പോൾ, ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ക്യാരക്ടറുമായിട്ട് അങ്ങ് ഡിസസോസിയേറ്റ് ചെയ്യാൻ പഠിക്കും. നമ്മൾ സബ് കോൺഷ്യസ്ലി നമ്മൾ പഠിക്കും. ഇപ്പോൾ ഗുരുവായൂരമ്പല നടയിൽ കഴിഞ്ഞിട്ട് ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഞാനൊരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആനന്ദൻ അങ്ങനെ ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് സബ് കോൺഷ്യസ്ലി ഒരു എഫേർട്ട് എടുക്കാതെ തന്നെ അത് പോകും. പക്ഷെ ആടുജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സിനിമകളെ പോലെയല്ല. കാരണം ഒരു 10-16 വർഷക്കാലം ആ സിനിമയ്ക്കൊപ്പം യാത്ര ചെയ്തത് കൊണ്ട് അങ്ങനെ ഫുള്ളി അതങ്ങ് ഡിസസോസിയേറ്റ് ചെയ്തിട്ട് ഇനിയില്ല എന്നുള്ളൊരു, ഇപ്പോഴും ചില സമയങ്ങളിലൊക്കെ ഞാൻ ആ കഥാപാത്രത്തെക്കുറിച്ചൊക്കെ ഇനിയിപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല, കാരണം സിനിമ റിലീസായി. പക്ഷെ എന്നാലും ചിലപ്പോൾ ചിന്തിക്കാറൊക്കെ ഉണ്ട്. എങ്ങനെ മറ്റൊരു ക്യാരക്ടറിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ ആ പുതിയ കഥാപാത്രത്തിലേക്കും പുതിയ തിരക്കഥയിലേക്കും അടുത്ത സംവിധായകന്റെ വിഷനിലേക്കും പൂർണ്ണമായി നമ്മൾ ആസ് എൻ ആക്ടർ സബ്മിറ്റ് ചെയ്യുക, അതിലേക്ക് സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഞാൻ എല്ലാ സിനിമകൾക്കും ചെയ്യാൻ ശ്രമിക്കുന്നത്. എനിക്ക് ഇപ്പോൾ ആനന്ദൻ എന്ന് പറഞ്ഞ ഈ ഗുരുവായൂരമ്പല നടയിൽ കണ്ടിട്ട് ആനന്ദനിൽ നജീബിലിന്റെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ എന്ന് പ്രേക്ഷകർക്ക് തോന്നിയാൽ അത് എൻ്റെ പേഴ്സണൽ ഫെയിലിയർ ആയിട്ടാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ലല്ലോ, അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ.